ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു പഫ് കൈ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ്. അപ്പം നമുക്ക് ഇതിന് സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് 10 ഇഞ്ചാണ്. അതിനേക്കാൾ 3 ഇഞ്ച് കൂടി കൂട്ടി 13 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് സാധാരണ നമ്മൾ 10 ഇഞ്ച് ഇറക്കമുള്ള ബ്ലൗസിന് ഈ ഭാഗം 3 ഇഞ്ച് കുറച്ചല്ലേ എടുക്കുന്നത്. ഇത് അതേപോലെ തന്നെ 10 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് 7 ഇഞ്ച് ആ ഭാഗത്ത് എടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഷേപ്പിലിങ്ങി വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മൾ ഈ സ്ലീവ് കാണിച്ചു തരുന്നതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്കിലേ ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. നിങ്ങളിത് കണ്ടങ്ങ് പോകരുത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ നേരെയും കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ദാണ്ട ഈ ഭാഗത്ത് 10 ഇഞ്ച് ഇറക്കം വരേണ്ട ഭാഗമാണ് അവിടെ ഇങ്ങനെ ഒരു നോച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗത്തും ഒരു നോച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മധ്യഭാഗത്തൊരു നോച്ച് കൊടുക്കണം. ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ 10 ഇഞ്ച് ഇറക്കം വരുന്നിടം നോക്കി അവിടെ ഒരു നോച്ച് കൊടുക്കണം. അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഒരു നോച്ച് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ പ്ലീറ്റ് ഇട്ടെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ മുകളിലും താഴെയും 2 ഭാഗത്തും പ്ലീറ്റ് ഇട്ടെടുക്കണം. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ സ്ലീവിനെ ഈ ഷേപ്പിൽ വെട്ടിയിടത്ത് വേണം ആദ്യം നമുക്ക് പ്ലീറ്റ് ഇടാൻ. ആ നോച്ച് കൊടുത്ത ഭാഗത്തുനിന്ന് പ്ലീറ്റ് ഇട്ട് തുടങ്ങി ഇപ്പുറത്ത് ആ നോച്ച് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ അവിടെ വരെ നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കണം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടതിന് ശേഷം നമുക്കിനി ഈ താഴ്ഭാഗത്ത് കൂടി പ്ലേറ്റ് ഇട്ടെടുക്കാം. ഈ ഭാഗത്ത് അവിടെയും നമ്മൾ നോച്ച് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ ആ നോച്ച് കൊടുത്ത ഭാഗം തൊട്ടാണ് നമ്മൾ പ്ലേറ്റ് ഇടാൻ തുടങ്ങുന്നത് കേട്ടോ. ഇവിടം തൊട്ട് ഇവിടം വരെ ആ ഭാഗം വരെ എങ്കിലേ നല്ല കുട പോലെ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അപ്പം നമ്മൾ മുകളിലും താഴെയും പ്ലീറ്റ് ഇട്ടെടുത്ത് ഇനി ഇതിൻ്റെ ആ സ്ലീവിൻ്റെ ചീത്ത ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് തുണിയുണ്ട്. ആ തുണിയുടെ നല്ല ഭാഗം ചേർത്ത് വെക്കണം. സ്ലീവിൻ്റെ ചീത്ത ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത തുണിയുടെ നല്ല ഭാഗം ചേർത്ത് വെച്ചുകൊണ്ട് 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ സ്ലീവിൻ്റെ ഷേപ്പിൽ വെട്ടിയ ഭാഗത്തല്ല താഴ്ഭാഗം വരുന്നിടത്ത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഞാനിടുന്ന വീഡിയോ എല്ലാം കാണണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ കാണണം. ഞാൻ കുറച്ച് നാൾ കൊണ്ട് വീഡിയോ ഇടുന്നത് നിർത്തി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആ തുണി ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് മടക്കി താഴ്ഭാഗം ആ തുണിയുടെ അറ്റത്തൊരു 1/2 ഇഞ്ച് മടക്കിക്കൊണ്ട് ഈ നമ്മൾ തയ്ച്ച സ്റ്റിച്ച് കവർ ചെയ്ത് വെച്ചുകൊണ്ട് വേണം തയ്ക്കാൻ. കണ്ടോ, നമ്മൾ ആദ്യം ചീത്ത വശവും നല്ല വശവും ചേർത്ത് വെച്ചൊരു സ്റ്റിച്ച് കൊടുത്തല്ലോ. ആ സ്റ്റിച്ചിൻ്റെ മീതെ ഇച്ചിരി കവർ ചെയ്ത് വെച്ചുകൊണ്ട് വേണം ഇനി ഇങ്ങോട്ട് മടക്കി വെക്കുന്നത്. കവർ ചെയ്തേ അത് വയ്ക്കാവുള്ളൂ. കവർ ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കാരണമാണ് ഞാൻ നിർത്തി വെച്ചിരുന്നത്. അപ്പോൾ ഇനി ഞാൻ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങളതെല്ലാം കണ്ട് മനസ്സിലാക്കി സ്റ്റിച്ച് ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി തിരിച്ചിങ്ങോട്ട് പ്രസ് വീതിയിൽ കൊടുക്കാം. എന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് അകലത്തിൽ പ്രസ് വീതി എന്ന് പറഞ്ഞാൽ ഒരു 1/2 ഇഞ്ച് അകലത്തിൽ കൊടുത്താലും കുഴപ്പമില്ല. 1/2 ഇഞ്ച് അകലത്തിൽ കൊടുക്കാം. വേണ്ട, നമ്മുടെ സ്ലീവിൻ്റെ പഫ് ശരിയായിട്ടുണ്ട്. കണ്ടോ നല്ല കുട പോലെ ഇരിക്കുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.